നമ്മളുടെ ഒരു വണ്ടി എടുത്തിരിക്കുകയാണ്. വണ്ടി എടുത്തിട്ട് കറങ്ങാൻ പോവാണ് ഒരു വെറൈറ്റിക്ക് വേണ്ടി. സാധാരണ നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സിയിലും ബാക്കിയുള്ള വാഹനങ്ങളിലൊക്കെ അല്ലേ ഊബറൊക്കെ പോകുന്നത്. അപ്പോൾ ഇന്ന് സ്വന്തമായിട്ട് നമ്മളൊരു വണ്ടി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഒരു റെൻ്റ് കാർ ഓഫീസിൽ പോയി നമ്മളൊരു റെൻ്റ് കാർ എടുത്തിരിക്കുകയാണ്. ഖത്തർ എന്ന് പറയുമ്പോഴത്തേക്കിനും ദോഹ മാത്രമല്ല, ഖത്തറിൻ്റെ നാനാ ഭാഗങ്ങളുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഒരു രാജ്യത്തിൻ്റെ ദോഹയിൽ നിന്നും ഈ ഒരു രാജ്യത്തിൻ്റെ ഒരറ്റത്തേക്ക് പോകാൻ 1 മണിക്കൂർ, വേറൊരറ്റത്തേക്ക് പോകാൻ 3/4 മണിക്കൂർ, താഴെ ഒരറ്റത്തേക്ക് പോകാൻ 1 മണിക്കൂർ. അത്രേ ഉള്ളൂ. അതായത് ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ 2 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ എത്തും. അത്രേ ഉള്ളൂ ഖത്തർ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു രാജ്യമാണ് അല്ലേ? യെസ്. അപ്പോൾ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ യാത്ര ഈ കാണുന്ന ഹ്യുണ്ടായി ക്രെറ്റയിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മളെങ്ങനെ വണ്ടി ഓടിക്കുന്നത്? യെസ്, ഞാനല്ല വണ്ടി ഓടിക്കുന്നത്, മിഷാബ്രോ ആണ് വണ്ടി ഓടിക്കുന്നത്. മിഷാബ്രോയ്ക്ക് സൗദി ലൈസൻസ് ഉള്ളതുകൊണ്ട് ഇവിടെ വണ്ടി ഓടിക്കാൻ പറ്റും അല്ലേ? അതാണ് സംഭവം. സൗദി വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഫൈനൊന്നും കൊടുക്കണ്ടായിരുന്നു. വണ്ടി എടുത്ത് വരാൻ ആദ്യം പറഞ്ഞാണ്, പിന്നെ ഓർത്ത് എന്തിനാ വെറുതെ, നമുക്ക് ഞാൻ അല്ലാതെ കയറി വരാൻ പറഞ്ഞു. ഇത് ശരിക്കും ഹ്യുണ്ടായി ക്രെറ്റയുടെ ഒരു പുതിയ വണ്ടിയാണ്. 2023 മോഡൽ വണ്ടിയാണ്. ഇതിനൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം പോലും ഇല്ല. അതായത് ഏറ്റവും ബേസ് വേരിയന്റ് ആയിരിക്കും. ബേസ് വേരിയന്റ് റെന്റ് കാർ കമ്പനികളൊക്കെ അങ്ങനെയല്ലേ യൂസ് ചെയ്യലുള്ളൂ. അതെ, ബേസ് വേരിയന്റ് ആയിരിക്കും. പിന്നെ ഇവിടെ കണ്ടില്ലേ, തീ പിടിച്ചു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് വണ്ടിയിൽ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട കുറെ സേഫ്റ്റി സംഭവങ്ങൾ എന്ന് പറയുന്നതൊക്കെയാണല്ലോ. അപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്തിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 285 റിയാലാണ് ഈ വണ്ടിക്ക് നമ്മൾ ഒരു ദിവസത്തേക്കുള്ള റെന്റ്. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 hours. 285 റിയാൽ എന്ന് പറഞ്ഞാൽ 250 റിയാൽ വണ്ടിയുടെ റെന്റും 35 റിയാൽ ഇൻഷുറൻസും. അപ്പൊ ഇൻഷുറൻസ് ഫുൾ കവേർഡ് അല്ലേ? അതായത് നമുക്ക് വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും നമുക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള ഇൻഷുറൻസ് അല്ലേ? അപ്പൊ വേറെ പൈസ ഒന്നും അവർ ഈടാക്കില്ല. ഓക്കെ, ഇനി അത് എടുത്തില്ലെങ്കിൽ എത്ര? 1000 റിയാലോ? 1000 റിയാൽ മിനിമം ഫൈൻ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. ഇനി അതല്ലാതെ വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ വണ്ടി ഓടിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. സൗദി വിസയിലുള്ളവർക്ക് സൗദി ലൈസൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ ഈ ഇവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിലാണ് ഇവിടെ വണ്ടി ഓടിക്കാം. ഇനി ഇന്ത്യക്കാർക്ക് നമുക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിലും വണ്ടി ഓടിക്കാൻ പറ്റുമായിരിക്കണമല്ലോ? പറ്റുമോ? അറിയത്തില്ല കേട്ടോ അതിനെപ്പറ്റി. അത് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. പിന്നെ നമ്മളൊരു 1000 റിയാൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ് ഒരു 23,000 റുപ്പീസ് അവർ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. ആ ക്രെഡിറ്റ് കാർഡിൽ ആ എമൗണ്ട് ലിമിറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കും. ആ ലിമിറ്റ് ആ പൈസ അവർ എടുക്കില്ല, പക്ഷെ ആ ലിമിറ്റ് ബ്ലോക്ക് ചെയ്ത് വെക്കും. പക്ഷെ ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ പൈസ എടുക്കാൻ സാധിക്കും. നമുക്ക് ഒരു ഗ്യാരണ്ടി പർപ്പസ് അവർക്ക് എന്ന് വെച്ചാൽ ഈ ട്രാഫിക് വയലേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ 1 വീക്ക് 2 വീക്സ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി അവർ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇവർക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടേ ആ ബ്ലോക്ക് ചെയ്ത് വെച്ച തുക ഇവർ നമുക്ക് റിലീസ് ചെയ്യുള്ളൂ. അപ്പം അത് റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്കറിയാം ആ ക്രെഡിറ്റ് ലിമിറ്റിൽ വ്യത്യാസം വരും. ആ ക്രെഡിറ്റ് ലിമിറ്റിൽ ഇപ്പോൾ നമ്മൾക്കിപ്പോൾ 1000 റിയാൽ ഇവർ പിടിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്ന് 1000 റിയാൽ കുറയും. പക്ഷെ നമ്മുടെ സ്പെൻഡിങ് അല്ല, ക്രെഡിറ്റ് ലിമിറ്റിൽ നിന്നാണ് 1000 റിയാൽ കുറയുന്നത്. അപ്പം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, ക്രെഡിറ്റ് കാർഡ്, ഈ 3 സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി എടുത്തു. നമ്മളിപ്പോൾ എങ്ങോട്ടൊന്നും അറിയത്തില്ല, ഖത്തറിന്റെ ഒരു അറ്റത്തേക്ക് നമ്മളിങ്ങനെ പോവാം. പർപ്പിൾ ഐലൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ പർപ്പിൾ ഐലൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. 40 കിലോമീറ്റർ സ്ട്രേറ്റ് പോകണം ഈ കാണുന്ന വഴി കൂടെ. അപ്പോൾ ദോഹ ടൗണിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ദോഹ ടൗണിൽ കൂടെ തന്നെയുള്ള ഒരു എക്സ്പ്രസ് വേ. ഗൂസ്ബെറി മുതലാളി ഇന്ന് ഗൂസ്ബെറി ടീഷർട്ടിലാണല്ലോ. കംപ്ലൈന്റ് ആണ് ഗൂസ്ബെറി മുതലാളി ഗൂസ്ബെറി ടീഷർട്ട് ഇടുന്നില്ല. നമ്മളെല്ലാ ബ്രാൻഡിനും സപ്പോർട്ട് ചെയ്യണം, മാത്രം സപ്പോർട്ട് ചെയ്തിട്ട് കാര്യം. ശരിക്കും പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ എക്സ്പ്രസ് ഹൈവേസ് ഒക്കെ, പ്രത്യേകിച്ച് GCസിലൊക്കെ വന്ന് ഈ എക്സ്പ്രസ് ഹൈവേകളൊക്കെ കാണുമ്പോഴത്തേക്കിനും കണ്ണ് മഞ്ചളിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ 4 വരി 8 വരിയും 12 വരിയുള്ള റോഡുകൾ നമ്മുടെ നാട്ടിൽ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 8 മാസം കൊണ്ട് ഇന്ത്യ മൊത്തമൊക്കെ ഇറങ്ങി വന്നത് കൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്രസ് ഹൈവേ ഒന്നും വലിയ കാര്യമല്ല. ഇതിൽ സ്പീഡിൽ വണ്ടി ഓടിക്കാം. ഇവിടെ 80 എന്ന് പറഞ്ഞാൽ 80 ഓടിക്കാൻ പറ്റുള്ളൂ. ഇത് പറ, ഇവിടെ 80 എന്ന് പറഞ്ഞാൽ 80 ഓടിക്കാൻ പറ്റുള്ളൂ. അവിടെ അങ്ങനല്ല, അവിടെ 80 എന്ന് പറഞ്ഞാൽ അതിലും കൂട്ടി ഓടിക്കാം. ഇനി അഥവാ ഫൈൻ വന്നാൽ ഇത്രയ്ക്കേ വരുള്ളൂ. ഞാൻ ശരിക്കും പെട്ടെന്ന് ബാക്കിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചില്ലേ എന്തോ ഇത് മോഡിഫൈഡ് അല്ലേ? ആ വണ്ടിയെക്കാട്ടി വലിപ്പമുണ്ടല്ലോ ടയറിന്. എന്റെ ദൈവം, ഇതേ കുണുകുണൊക്കെ അടിക്കുന്നു. അപ്പൊ സ്പീഡ് ലിമിറ്റ് കൂടി കേട്ടോ. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും 80 എന്നുള്ളത് മാറി 120 ആയി റോഡിലെ സ്പീഡ് ലിമിറ്റ്. നമ്മുടെ അവിടെ ഇന്ത്യ ഫുൾ രാജ്യം. ആ ഇന്ത്യ പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് സംസ്ഥാനങ്ങളിൽ ജില്ലയിൽ പിന്നെ മുനിസിപ്പാലിറ്റി, പിന്നെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നൊക്കെ പറയില്ലേ. ഇവിടെ ഖത്തർ എന്ന് പറഞ്ഞൊരു രാജ്യം എല്ലാം മുനിസിപ്പാലിറ്റികളാണ്. വേറെ ചെറിയ രാജ്യമല്ലേ, ഇവിടെ സംസ്ഥാനം തിരിക്കാനൊന്നും ഇല്ലല്ലോ, ഫുൾ മുനിസിപ്പാലിറ്റികളാണ്. വേൾഡ് കപ്പിന്റെ സമയത്ത് ഇവിടെ ഒരു സ്റ്റേഡിയം ഉണ്ട്, അൽബൈത്ത് സ്റ്റേഡിയം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ദൂരെ കാണുന്നത്. ആ അൽബൈത്ത് സ്റ്റേഡിയത്തിൽ കളിയൊക്കെ നടന്നിട്ടുണ്ട്. അത് നമുക്ക് ദോഹയിൽ നിന്നൊരു 10-45-50 കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലമുള്ളത്. ഈ വേൾഡ് കപ്പിന് മുമ്പ് ദോഹ കാണാത്തതിന്റെ, അല്ലെ ഖത്തർ കാണാത്തതിന്റെ ഒരു പ്രശ്നം എനിക്കുണ്ട്. അതായത് എന്തായിരുന്നു പണ്ടത്തെ ഖത്തർ എന്ന് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടത്
വേൾഡ് കപ്പിൻ്റെ സമയം വന്നതോടുകൂടി, വേൾഡ് കപ്പ് കഴിഞ്ഞതോടുകൂടി ഭയങ്കരധികം മാറ്റങ്ങളാണ് ഖത്തറിൽ വന്നതെന്നാണ്. അതെ, ഇൻഫ്രാസ്ട്രക്ചറും പിന്നെ ആ ഒരു ക്വാളിറ്റി സംഭവങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ ആ ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലേക്ക് മാറ്റാൻ സഹായിച്ചത് വേൾഡ് കപ്പാണെന്നാണ് പറയുന്നത്. സോ ഖത്തറിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവമായിരുന്നു വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. ഖത്തറിൻ്റെ എക്കണോമിയിലേക്ക് ചെയ്ത ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് വേൾഡ് കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഖത്തർ വേൾഡ് കപ്പിന് മുമ്പും ഫിഫ വേൾഡ് കപ്പിന് ശേഷവും എന്നും വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഖത്തറിൻ്റെ പഴയ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ട് പുതിയ ഖത്തറിന്. അപ്പം പലതും നമ്മളിങ്ങനെ അതൊക്കെ വലിയ സംഭവങ്ങളാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും. ഞങ്ങളങ്ങനെ 8 വരി റോഡ് കഴിഞ്ഞ് 4 വരി റോഡ് കഴിഞ്ഞ് ഇപ്പോഴത്തെ സാധാരണ റോഡിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിജനമാണെന്ന് പറഞ്ഞാൽ വിജനം. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇൻഡസ്ട്രീസോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ കാണാം. അതിനിടയ്ക്കൊക്കെ കുറേ വീടുകളൊക്കെ കാണാം. നമ്മളിപ്പോൾ കടൽ തീരത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഖത്തർ ശരിക്കും ബോർഡർ ഉള്ളത് സൗദിയുമായിട്ടാണ് മെയിനായിട്ട് ബോർഡർ ഉള്ളത്. പിന്നെ ഖത്തറിൻ്റെ ഏറ്റവും ടോപ്പിൽ മാപ്പ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് ബഹറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഐലൻഡ്, ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അടുത്ത് കാണാം. പക്ഷേ ബോർഡറൊന്നുമില്ല. ലാൻഡ് ബോർഡർ ആകെ ഉള്ളത് ഖത്തറിന് സൗദിയുമായിട്ടാണ്. പിന്നെ സൗദി കൂടെ കയറി ഇറങ്ങി മാത്രമേ നമുക്ക് UAE-ലേക്കൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് ദുബായിലേക്കൊക്കെ സിമ്പിളായിട്ട് വണ്ടി ഓടിച്ച് എത്ര മണിക്കൂർ വേണം? കുറച്ച് മണിക്കൂർ വരെ 8 മണിക്കൂറൊക്കെ കൊണ്ട് ഇവിടെ നിന്ന് ദുബായിക്കൊക്കെ വണ്ടി ഓടിച്ചെത്താം. 4-4.5 മണിക്കൂർ കൊണ്ട് ബഹറിനിലേക്ക് വണ്ടി ഓടിച്ചെത്താം. സിമ്പിളാണ്, എല്ലാം അടുത്തടുത്താണ്. അങ്ങനെ സുഹൃത്തുക്കളെ, റോഡൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ ടാർ ചെയ്ത റോഡൊന്നുമില്ല. അത് ഇതുപോലെയുള്ള റോഡിൽ കൂടെയാണ് പോകേണ്ടത്. ഗൂഗിൾ മാപ്പ് വഴി കാണിക്കുന്നുണ്ട്. നമുക്ക് പോയി നോക്കാം. ഖത്തറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. പർപ്പിൾ ഐലൻഡ് ബീച്ച് അല്ലെങ്കിൽ ബിഗ് ഖന്നം ബീച്ച് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അതൊരു ഐലൻഡാണ്. അപ്പോൾ ഇവിടെ കുറേ കണ്ടൽ കാടുകളുണ്ട്. ഈ കണ്ടൽ കാടുകളാണ് ബാക്കി കാണുന്നത്. അപ്പോൾ ഈ കാണുന്ന മരുഭൂമിയിൽ എവിടെയെങ്കിലും നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് നടക്കാം. ഈ ഖത്തറിൻ്റെ ഏത് മുക്കിലും മൂലയിലും പോയാലും 5G ഉണ്ട്. കണ്ടില്ലേ? ഈച്ചയുണ്ട്, 5G ഉണ്ട്. കണ്ടോ 5G? കണ്ടോ 5G? സിമ്പിളല്ലേ, ചെറിയ രാജ്യമല്ലേ. 5G ഒക്കെ പുട്ടുപോലെ നടക്കും. ഭയങ്കര സ്പീഡുമാണ്. നമ്മൾ ഖത്തറിലെ ഈ കണ്ടൽക്കാട്ടിലാണ് വന്നിരിക്കുന്നത്. ഈ കണ്ടൽക്കാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ 5Gയുടെ സ്പീഡ് കണ്ടോ? 700 Mbps ഡൗൺലോഡ് സ്പീഡ്, പിന്നെ അപ്രോക്സിമേറ്റ് ഒരു 91 Mbps അപ്ലോഡ് സ്പീഡ്. ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ജസീറാത്ത് ബിൻ ഖനം എന്നാണ് ഇതിൻ്റെ അറബിക് പേരായിരിക്കും അല്ലേ? അത് പർപ്പിൾ ഐലൻഡ് എന്ന് എഴുതിയിരിക്കും. അപ്പോൾ ഇവിടെ മാംഗ്രൂവ് ഐലൻഡ്സ് ആണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ സീഗ്രാസ്, പിന്നെ സാൻഡ് ഫ്ലാറ്റ്സ്, മൈക്രോബിയൽ മാറ്റ്സ്, പിന്നെ ഈ കാണുന്ന തരത്തിലുള്ള ഗ്രേറ്റർ ഫ്ലെമിംഗോ, ഈ സംഭവങ്ങളൊക്കെ ഇവിടെ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വരും. പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ, പിന്നെ മറൈൻ അതായത് മീന്, പിന്നെ ബ്ലൂ ക്രാബ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയും സംഭവങ്ങൾ ഇവിടെ എന്തൊക്കെ ഫ്ലോറ ആൻഡ് ഫോന ഉണ്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പുറത്ത് ഇതേ സംഭവങ്ങൾ തന്നെ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഖത്തറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മാൻഗ്രൂവ് ഒക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. വലിയൊരു പുതിയൊരു അറിവാണ്. ഒരു പുതിയ ഇനീഷ്യേറ്റീവ്സ് ആണ് ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിൽ. ദുബായിലുണ്ട്, സൗദിയിലുണ്ട്. ഈ ഓയിൽ കമ്പനീസ് ഒക്കെ ആയിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നത്. ഇത് ചെയ്തെടുക്കുന്നതാണോ? മാൻമെയ്ഡ് ആണോ? ഇതിപ്പോ എക്സൺ മൊബൈലും പിന്നെ ഇവിടുത്തെ ഗവൺമെന്റും കൂടിയിട്ട് ജോയിൻ. അപ്പൊ ഇത് എന്തിനായിരിക്കും ഈ വെള്ളം? മാംഗ്രൂവ് എന്ന് പറയുന്നത് ശരിക്കും ഈ വെള്ളം സംഭരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിയല്ലേ? നമ്മുടെ പയ്യാമ്പളത്തെന്തോ ഇല്ലേ? എവിടെ കണ്ണൂര് മാൻഗ്രൂവ് ഐലൻഡ് ഇല്ലേ? കൃത്രിമമായ വനം വരെ ആൾക്കാരുണ്ടാക്കുന്നു ഓരോ സ്ഥലത്ത്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ചെയ്യണ്ടേ? ഇവിടെ ഇങ്ങനെ നിറച്ചിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഈ വെള്ളത്തിലെല്ലാം നിറച്ച് ചെറിയ ചെറിയ കുട്ടി മീനുകളുണ്ട്. കുട്ടി മീനുകൾ, ഇച്ചിരി വലിയ മീനുകളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങാം. വെള്ളത്തിലിറങ്ങി നമുക്ക് വേണമെങ്കിൽ ഫിഷ് സ്പാ ചെയ്യാം ഇവിടെ ഇരുന്നിട്ട് ഇല്ലേ? ചെറിയ ചെറിയ കുട്ടി ഫിഷുകളാണ് ഇവിടെ ഉള്ളത്. കണ്ടില്ലേ? നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. എവിടെയെങ്കിലും ഒരു കച്ചറയുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? ലേസിൻ്റെ കവറോ അല്ലെങ്കിൽ പെപ്സിയുടെ പ്ലാസ്റ്റിക് ബോട്ടിലോ പെപ്സിയുടെ കവറോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല. പിന്നെ ഭയങ്കര ശാന്തം, സമാധാനം. ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. സദാചാരക്കാരുണ്ടോ? അവിടെ 2 വണ്ടി നിർത്തിയിട്ടുണ്ടല്ലോ. നീ ആരടാ, എന്താടാ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കണ്ടേ? കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടൽ കാടുകളുള്ളത് കണ്ണൂർ ജില്ലയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ കണ്ടൽ കാടെന്ന് പറയുന്നത് എന്താണെന്നറിയോ?
സുന്ദർബൻ. സുന്ദർബൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. ആ സുന്ദർബൻ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കാണ്. അവിടെ ഇഷ്ടംപോലെ വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്. മറ്റേ ക്രോക്കഡൈൽസ്, പിന്നെ അങ്ങനെ ബംഗാൾ ടൈഗേഴ്സ് ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അതായത് ഇങ്ങനെ ഒരു മറ്റേ ബേ ഓഫ് ബംഗാളിൻ്റെ ചേർന്ന് കിടക്കുന്ന സ്ഥലത്താണ് കണ്ടൽക്കാടുകളുള്ളത്. അതിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ബംഗ്ലാദേശാണ്. അതിൻ്റെ അപ്പുറത്ത് പോകുമ്പോഴത്തേക്കിന്, അതായത് ഈ സുന്ദർബൻ എന്ന് പറയുന്ന നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായിട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത് വലിയൊരു ഒരു സംഭവമാണ്. എനിക്ക് ഇതുവരെ അവിടെ പോകാൻ പറ്റിയിട്ടില്ല. നമ്മൾ INB ട്രിപ്പിൽ അവിടെ പോകാൻ പറ്റിയില്ല. അത് ഭയങ്കര ഒരു മിസ്സിങ് ആയിരുന്നു. കാരണം അവിടെ നമുക്ക് എപ്പോഴും പോകാൻ പറ്റില്ല. അത് കാലാവസ്ഥ അനുയോജ്യമാണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ഡെൻസ്, അതായത് നമ്മൾ ഈ ഡെൻസായിട്ട് ഇങ്ങനെ വരത്തില്ലേ, അതേപോലെ ഫീൽ ചെയ്യുന്നു. ഇവിടെ കണ്ടൽ മാത്രമല്ല കേട്ടോ, വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഖത്തറിലുള്ള എത്ര ആൾക്കാരുടെ കണ്ടിട്ടുണ്ടോ ഈ സ്ഥലം അല്ലേ, ഖത്തറിൽ ജീവിക്കുന്നത്? ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ചു. ചില ആൾക്കാർക്കൊന്നും അറിയില്ല, അപ്പോൾ ഈ സ്ഥലങ്ങളെ പറ്റി അറിയത്തില്ല. ഇവിടെ ഫോറിനേഴ്സാണ് കൂടുതലും വരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് പേരെ ബാക്കി കണ്ടത് ഒരു ഫോറിനേഴ്സാണ്. ഫോറിനേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കിനും കൂടുതലും ഈ UK, യൂറോപ്പ്, കാരണം അവർക്കാണല്ലോ ഈ നടത്തവും പ്രകൃതി, ഹെറിറ്റേജ് ഇതിനോടൊക്കെ വലിയ കൂടുതൽ താല്പര്യങ്ങളുള്ളത്. അവരൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ലൊരു വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ അല്ലേ, വൈകിട്ട് ഇങ്ങനെ ക്വയറ്റാണ്. പക്ഷെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഫുഡും സംഭവങ്ങളൊന്നും കിട്ടൂല ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഒന്നുമില്ല. അങ്ങനെ നമ്മൾ നടന്ന് പർപ്പിൾ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് പർപ്പിൾ, ഇത് പർപ്പിൾ കളറിലെ ഐലൻഡ്. ഇവിടെ വേറെ ഒന്നും ഇല്ല ഗൈസ് അല്ലേ? അല്ല അങ്ങനെ പറയരുത്, നമ്മളങ്ങനെ പറയാൻ പാടില്ല. അതായത് നേച്ചർ എന്ന് പറയുന്നത് ഓരോ രാജ്യത്തും വ്യത്യസ്തമാണ്. അത് പല രീതിയിലാണ്. എല്ലാം പ്രകൃതിയാണ്, ഇതും പ്രകൃതിയാണ്. അല്ലാതെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ് മാത്രമേ പ്രകൃതി ഭംഗിയുള്ളൂ എന്ന് പറയാൻ പാടില്ല. ഇതെല്ലാത്തിനും അതിൻ്റെ ആയിട്ടുള്ള ഭംഗിയുണ്ട് അല്ലേ? വെറുതെ കാണുന്ന മരുഭൂമിക്ക് ഭംഗിയില്ലേ? അതാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളിതേ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഖത്തർ അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ മുമ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അറേബ്യൻ ഗൾഫ് അല്ലെങ്കിൽ പേർഷ്യൻ ഗൾഫ് എന്ന് പറയുന്ന ഒരു കടലിടുക്കാണ്. ഈ കടലിടുക്കിൽ കൂടെ അങ്ങോട്ട് നമുക്ക് ഒരു ബോട്ടിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇറാനിലെത്താൻ സാധിക്കും. അതാണ് അവസ്ഥ. അപ്പോൾ ഇവിടെ ബീച്ചൊന്നും പറയാൻ പറ്റില്ല. ഇത് ഒരു എന്താ പറയുക, ബീച്ചല്ല, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ഒരു കടൽ കാണാൻ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ നല്ല നല്ല ബീച്ചുകളൊക്കെ ഉണ്ട് കേട്ടോ. വേറെ നമ്മളിപ്പോൾ വന്നതിൻ്റെ അടുത്ത് ചുമ്മാ വന്ന് കടൽ കാണാൻ വേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ബലദ്ന എന്ന് പറഞ്ഞ ഒരു ഫുഡ് ഇൻഡസ്ട്രീസ് ബലദ്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. മിൽക്കിംഗ് ടൈമിംഗ് കണ്ടോ, 12 മണി മുതൽ. അപ്പം നമുക്ക് കിട്ടും കേട്ടോ. റെസ്റ്റോറൻറ്റ് ഉണ്ട് രാവിലെ 8 മുതൽ വൈകിട്ട് 8 വരെ. അൽഖോർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആ ഒരു ബലദ്നയുടെ ഔട്ട്ലെറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടത് ചിലപ്പം മറ്റേ ഇവരുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ആയിരിക്കണം, ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന സ്ഥലമായിരിക്കണം. ഇത് ശരിക്കും ഒരു റിസോർട്ട് പോലൊരു സ്ഥലം അല്ലേ? അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണുള്ളത് നമുക്ക് പോയി കാണാം. ഇവിടെ നമുക്ക് പശുക്കളെ പാലെടുക്കുന്നതൊക്കെ കാണാൻ സാധിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോയി നോക്കാം. ഫയർ എഞ്ചിൻ ആക്സസ് കീപ് ക്ലിയർ. അപ്പോൾ ഇവിടെയാണ് ബലദ്ന ഫാം വിസിറ്റേഴ്സ് ഹാള്. എൻട്രി ഫീ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്, ഫുഡ് കഴിച്ചിട്ട് പോകാം, വിശക്കുന്നു. പിന്നെ ഇതിനകത്തൊരു ചെറിയൊരു പള്ളി കാണാം, ബലദ്ന റെസ്റ്റോറൻറ്റ്. ഇത് ഈ കാണുന്നതാണ് ബലദ്ന റെസ്റ്റോറൻറ്റ്. എല്ലായിടത്തും പശുക്കളോ, ഫുൾ പശുക്കളാണ്, പശുക്കളുടെ കളികളാണ്. 2017 ഈ അൽഖോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബലദ്ന എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി സ്ഥാപിതമായത്. നിങ്ങൾക്കറിയാം, പല ഡിപ്ലോമാറ്റിക് ഇഷ്യൂസ് ഖത്തർ എന്ന് പറഞ്ഞ രാജ്യവും അതേപോലെ തന്നെ സമീപ രാജ്യങ്ങളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെയുള്ള, അതായത് സൗദിയിൽ നിന്നാണ് മെയിനായിട്ട് പാൽ ഇവിടേക്ക് വന്നിരുന്നത്, പാൽ ഉൽപ്പന്നങ്ങളും. അപ്പോൾ അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് ഒന്നും ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ശരിക്കും പല രാജ്യങ്ങളിൽ നിന്നും, ഏഷ്യയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഉള്ള പല രാജ്യങ്ങളിൽ നിന്നും വിമാനത്തിലും കപ്പലുകളിലുമായിട്ട് പശുക്കളെ ഇവിടേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ശരിക്കും ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ പ്രോസസ്സിങ്ങും പരിപാടികൾ, മിൽക്ക് പ്രോസസ്സിങ്ങും ഡയറി പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ 2017 തുടങ്ങിയതാണ്, ഇപ്പോൾ അധികം വർഷമൊന്നും ആയിട്ടില്ല. ഇന്ന് 2023 ഖത്തറിൻ്റെ 95% വരുന്ന ഡയറി പ്രോഡക്റ്റിൻ്റെ യൂസേജ് ഈ ഒരു കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുമാത്രമല്ല, ഇവിടുന്ന് യമൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഇവരുടെ പ്രോഡക്റ്റുകൾ കയറ്റി അയക്കുന്നുമുണ്ട്. മറ്റ് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ആളുകളുടെ കമ്പനിയാണ്. എന്തായാലും 20,000-ലധികം പശുക്കൾ ഈ ഒരു കമ്പനിയിലുണ്ട്. ഏകദേശം 10 ലക്ഷം ലിറ്ററോളം പാല് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള
പശുക്കളാണ്, അല്ലെങ്കിൽ അത്രയധികം സംഭവങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബലദന റെസ്റ്റോറൻറ്റിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എന്തുറ്റി ഇതെന്താണ്? ഇവിടെ നമുക്ക് ഞാൻ പറഞ്ഞില്ല, ഇവിടെ എല്ലാം ഇവരുടെ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടാവുമെന്ന് കണ്ടില്ലേ? ഇതുണ്ട് പാല്, പിന്നെ ഇവരുടെ കുറേ ജ്യൂസുകൾ, ഇത് കുറേ സംഭവങ്ങളുണ്ട് കണ്ടോ, പലതരത്തിലുള്ള ജ്യൂസ്. ഇതിനകത്തൊക്കെ മറ്റേ മിൽക്ക് മിക്സ് ചെയ്യുമോ? എങ്ങനെയായിരിക്കും? അല്ലല്ലോ, അങ്ങനെയൊന്നുമില്ല അല്ലേ? 100% നാച്ചുറൽ മാംഗോ ജ്യൂസ് സംഭവങ്ങളൊക്കെയാണ്. പിന്നെ 100% ഫ്രഷ് മിൽക്ക് ഉണ്ട്. പിന്നെ ഇവരുടെ ആപ്പിള്, പിന്നെ അങ്ങനെ കുറേ ഈ ആപ്പിൾ ജ്യൂസൊക്കെ എങ്ങനെ ഇവിടെ വരുന്നത്? കോൺസെൻട്രേറ്റഡ് ജ്യൂസസ് ആണ്. പിന്നെ ഇതൊക്കെ എന്താണ്? ഈ ബലദന എന്നുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. ബലദന എന്ന് പറഞ്ഞ പേരിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എൻ്റെ രാജ്യം, അവർ കൺട്രി, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യം, അതാണ് ബലദന എന്നുള്ള ആ ഒരു പേരിൻ്റെ അർത്ഥം. പക്ഷേ ഈ ബ്രാൻഡിങ് ഒരു സുഖമില്ല കാണാനായിട്ട്. അത് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ അടിപൊളിയായിരിക്കും. നമുക്കൊരു അട്രാക്റ്റീവായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇവരുടെ ഉള്ള കുറേ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. എന്തൊക്കെ സാധനങ്ങളാണിത്? ചീസ്, പനീറുണ്ട്, പനീർ ചീസ്, പിന്നെ പലതരത്തിലുള്ള ചീസ്, ചെദാർ ചീസ്, മൊസറല്ല ചീസ്, അങ്ങനെ കുറേ ചീസുകൾ നമുക്കിവിടെ കാണാം. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല എന്താണെന്നുള്ളത്. ക്രീം ചീസ്, ഒരു പാലും വെച്ച് അല്ലെങ്കിൽ എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാമോ, അല്ലെങ്കിൽ പാല് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാമോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പലതരത്തിലുള്ള മിൽക്ക്, സ്ട്രോബെറി ഷേക്ക്, മിൽക്ക് ഷേക്ക്, ഇത് നമ്മുടെ ലബാൻ നമുക്കിത് വാങ്ങിക്കാം. ഇത് അവരോട് ചോദിക്കണം പുളിയുള്ള ലബാൻ കിട്ടുമെന്ന്. എനിക്ക് പുളിയുള്ള ലബാനാണ് വേണ്ടത്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്. ഇത് മിക്കവാറും 1 മണിക്കൂർ എടുക്കും കേട്ടോ ഫുഡ് കിട്ടാൻ എനിക്ക് തോന്നുന്നുണ്ട്. വലിയ റെസ്റ്റോറൻ്റ് ആണ്, അത്യാവശ്യം നല്ല കത്തിയാണ് എന്ന് ഞാൻ ഗൂഗിൾ മാപ്പ് റിവ്യൂവിൽ കണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അത്യാവശ്യം നല്ല അറപ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ബിരിയാണിക്ക് 138 റിയാൽ, ഒരു ചിക്കൻ ബിരിയാണിക്ക് എന്ന് പറയുമ്പോഴത്തേക്കിന് 3000 സംതിങ് രൂപയായി. പക്ഷേ ഇത് എക്സ്പെക്റ്റഡ് ആണ്. ഇവിടെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇച്ചിരി എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് ബിരിയാണി അല്ല നമ്മൾ പറഞ്ഞത്, നമ്മൾ റൈസൊന്നും പറഞ്ഞില്ല. നമ്മളൊരു ഷവർമയും പിന്നെ കുറച്ച് ഗ്രിൽഡ് ഐറ്റംസും വാങ്ങും. നമ്മളെ വെള്ളം ചോദിച്ചപ്പോഴത്തേക്കിനും വെള്ളം കൊണ്ടു തന്നു. ഈവിയൻ വാട്ടർ, ആൽപ്സ് പർവ്വത നിരകളിൽ നിന്നും വരുന്ന വെള്ളമാണ്. ഇതിന് എത്ര രൂപയാണോ ഇനിയാവോ, ഒരു 50 റിയാലെങ്കിലും മിക്കവാറും വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. എത്രയെന്ന് ബില്ല് വരുമ്പോൾ പറയാം. പിന്നെ ഇവിടുത്തെ പശുക്കളുടെ ശുദ്ധമായ പാലിലുണ്ടാക്കിയ ലസ്സി എന്ന് നമുക്ക് വേണം പറയാം. പക്ഷേ ഇതിന് ഇവരെന്താ പറയുന്നത്? ഐറാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് പൊളിച്ച് ഇത് നല്ല ഉപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് അല്ലേ? അടിപൊളി സാധനമാണ്, ഒരു രക്ഷയില്ല. ആ മണമൊക്കെ കണ്ടോ, ആ ഒരു ഫ്രഷ്നെസ് കണ്ടോ അല്ലേ? അതെ, ആ ഒരു മണം, ഫ്രഷ്നെസ് അടിപൊളി. മെനുവിൽ നോക്കി നമ്മൾ പ്രൈസ് കണ്ടുപിടിച്ചു. ഇതിന് 22 റിയാൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം 500 രൂപ ആയില്ലേ? സിമ്പിൾ, അത്രേ ഉള്ളൂ. 18. അപ്പോൾ ഇതാ ലാഭം. ഇതിന് 18 ഉള്ളൂ കേട്ടോ. ഇത് വാങ്ങിക്കുന്ന ലാഭം. ഗൂസ്ബെറിയുടെ അടുത്ത പ്ലാൻ എന്താ? ഗൂസ്ബെറിയുടെ അടുത്ത പ്ലാൻ എന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് എക്സ്പാൻഡ് ചെയ്യുക, അതുപോലെ ഓൺലൈനിൽ കുറച്ചും കൂടെ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കുക. ഓൺലൈനിലൂടെ ഓൾമോസ്റ്റ് 140 കൺട്രീസിലേക്ക് നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ ഏത് ഓർഡറിനും ഫ്രീ ഷിപ്പിംഗ്? ഇന്ത്യയിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്. പക്ഷെ ഔട്ട് ഓഫ് ഇന്ത്യ ആണെങ്കിൽ മിനിമം $100. മുമ്പ് 5,000 റുപ്പീസ് ആയിരുന്നു, ഇപ്പോൾ 7,500. പിന്നെ ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ വാലന്റൈൻസിൻ്റെ ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഗിഫ്റ്റ് കാർഡ് സംഭവമുണ്ടല്ലോ, ഗിഫ്റ്റ് കാർഡ് എന്ന് പറയുന്നത് പിന്നെ കോർപ്പറേറ്റ് ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. എംപ്ലോയീസിനൊക്കെ ചില കമ്പനീസ് ഈ ഓരോരു സെലിബ്രേഷൻ വരുന്ന സമയത്ത്, ദിവാലി, ഓണം ഇതൊക്കെ വരുന്ന സമയത്ത് അവർ എംപ്ലോയീസിന് അവരൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ എന്ന രീതിയിൽ ഗിഫ്റ്റ് കാർഡ് കൊടുക്കും. ഇഷ്ടമുള്ള സാധനങ്ങൾ എംപ്ലോയീസിനെ പർച്ചേസ് ചെയ്യാം, നമ്മൾ വെബ്സൈറ്റിലൂടെ പർച്ചേസ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്താക്കാം, അവർക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വൗച്ചർ അവരുടെ ഇമെയിലിലൂടെ അയച്ചു കൊടുക്കാം. അപ്പോൾ എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമുക്ക് ഇൻസ്റ്റന്റ്, ഇപ്പം പെട്ടെന്ന് ഒരു ബർത്ത്ഡേ ഇപ്പോൾ നാളെ ഓർമ്മ വരുന്നു, അപ്പം നമുക്ക് ഒരു പാർസൽ അയച്ചു കൊടുക്കാൻ ടൈമില്ലെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് ഈ വൗച്ചർ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഹാപ്പിയായി ഓൺ ടൈമിൽ നിങ്ങൾക്ക് വിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് എത്തിയിട്ടുണ്ട്. ഫുഡ് ഇതിൽ ഏതാ ഷവർമ? ഇതല്ലേ ഷവർമ? ഇതാണ് ഗ്രില്ല്. ഇത് ഷീസ് താവക്ക് എന്ന് പറഞ്ഞാൽ ചിക്കൻ തന്നെയല്ലേ? ശരി, ചിക്കൻ. രണ്ടിനകത്തും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, പിന്നെ ഗ്രില്ല് ചെയ്ത കുറച്ച് വെജിറ്റബിൾസ് ഉണ്ട്. ഇതിനകത്ത് ഉപ്പിലിട്ട പിക്കിള്. ശരിക്കും ഷവർമയുടെ കൂടെ ലോകമെമ്പാടും കൊടുക്കുന്ന സംഭവം തോന്നുന്നല്ലേ? പിന്നെ അതിനൊപ്പം നമുക്ക് ബ്രെഡും കൊണ്ട് തന്നിട്ടുണ്ട്. അപ്പം ഇത്രയും പൈസ ഇവർ ഈടാക്കുമ്പോഴത്തേക്കിനും ആ പൈസയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാ സംഭവങ്ങളും, പ്രസന്റേഷൻ ആണെങ്കിലും എല്ലാ സംഭവങ്ങളും എല്ലാ രീതിയിലും ഒരു പ്രീമിയം ടച്ച് കൊടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗൂസ്ബെറി ആയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അസോസിയേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഗൂസ്ബെറിയുടെ ഒരു ഔട്ട്ലെറ്റിൽ ഫ്രാഞ്ചൈസി സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ ഗൂസ്ബെറി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിഷ ബ്രോനെ കോൺടാക്ട് ചെയ്യാം അല്ലേ?
പിന്നെ എന്ത് ഗ്യാരണ്ടി പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് എന്ത് ഗ്യാരണ്ടി ഉണ്ടെങ്കിലും നിങ്ങൾ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിച്ചാൽ തന്നെ അവർ സോർട്ട് ഔട്ട് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഇതുപോലെ ഹെൽപ്പ് അറ്റ് ഗൂസ്ബറി എന്നതിൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ വല്ലപ്പോൾ ഇരിക്കുമ്പോൾ എല്ലാ ഇമെയിൽസും ഗോ ത്രൂ ചെയ്യാറുണ്ട്. അതായത് കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ അത്രയും 100% ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. ഇനി അതിൽ നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യണമെങ്കിൽ ഫീൽ ഫ്രീ ടു ഗോ ആൻഡ് പുട്ട് ദ റിവ്യൂസ് ഓൺ ദ ഗൂഗിളിൽ അത്രയും നമ്മൾ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിളിൽ ഇപ്പം പോയി കഴിഞ്ഞാൽ എല്ലാം ഒരു 98% എനിക്കൊന്ന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ്. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് വെച്ചാൽ അത്രയും നമ്മൾ കസ്റ്റമേഴ്സിനെ കെയർ ചെയ്യാറുണ്ട്. അവർക്ക് എന്ത് ഡാമേജ് ഉണ്ടെങ്കിൽ എന്തും പ്രോബ്ലംസ് എന്തെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ ഇത് വന്നിട്ട് എനിക്ക് ഇമീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യും. 100% എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് എന്തെങ്കിലും സംഭവിക്കും. നമ്മളോട് കോൺടാക്ട് ചെയ്ത് ഞങ്ങൾ റെക്ടിഫൈ ചെയ്ത് ഞാനും പല ആൾക്കാരും നിങ്ങളുടെ പ്രോഡക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ചിലർക്ക് ഡെലിവറി ഇഷ്യൂസ് ആയിരിക്കും, ചിലർക്ക് പ്രോഡക്റ്റ് ക്വാളിറ്റി ഇഷ്യൂ ആയിരിക്കും. ഇതിന്റെ കൂട്ടത്തിൽ ഗ്രില്ല് ചെയ്ത പച്ചക്കറി ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ മയണീസ് ഉണ്ട്. സ്പൈസി ആക്കാൻ വേണ്ടി നമുക്കൊരു സോസ് തന്നിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല എരിവുള്ള സോസാണ്. ഷവർമ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഒരു ഷവർമയല്ല, ഇത് സംതിങ് ഡിഫറെൻ്റ് ആണ്. ഒട്ടും സ്പൈസി അല്ല കേട്ടോ. ചുമ്മാതെ കഴിക്കുവാണെങ്കിൽ ഇത് ഈ സോസിൽ മുക്കി കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പൈസി ആവും. അപ്പോൾ അവർ നമുക്ക് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടി അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചാണ് തന്നിരിക്കുന്നത്. കൈ കൊണ്ടൊന്നും ഇവിടെ ആരും കഴിക്കില്ല, എല്ലാവരും മറ്റേ സാധനം വെച്ചേ കഴിക്കുകയുള്ളൂ. അടിപൊളിയാണ്. ഇവർ പശുവിനെ കറക്കുന്ന കാണാനായിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഞാൻ. ഇതാണ് ഇവരുടെ വിസിറ്റേഴ്സ് ഹാൾ. ഇതിനകത്ത് കയറാൻ എൻട്രി ഫീ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഗൂഗിളിൽ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ എൻട്രി ഫീയോ മറ്റൊന്നും കാണുന്നില്ലല്ലോ. ഇപ്പോൾ പശുക്കളെ കറക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇങ്ങനത്തെ ഇവിടെ പശുക്കൾ നിന്ന് പാല് കറന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് കണ്ടോ? ഞാനിത് ശരിക്കും യൂട്യൂബിൽ കുറേ വീഡിയോസിൽ മാത്രമേ ഈ സംഭവം കണ്ടിട്ടുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും, ഇന്ത്യയിൽ ഇപ്പോൾ ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല, പല സ്ഥലത്തും പശുക്കളെ കറക്കുന്നത് ഇതുപോലെയുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിങ്ങനെ ഒരു വലിയൊരു എന്താ പറയുന്നത്, ഒരു പ്ലാറ്റ്ഫോം, അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്ലാറ്റ്ഫോമിൽ അറ്റ് എ ടൈം എത്ര പശുക്കളുണ്ടാവും? ഒരു വൈൽഡ് ഗസ് ഒരു 100 പശുക്കളുണ്ടാവില്ലേ ഈസി ആയിട്ട്. ഒരു 100-ന് പുറത്ത് ആ നമ്പറുണ്ട് കേട്ടോ, ഇതിൽ നമ്പറുണ്ടല്ലോ, കറക്റ്റ് 100 പശുക്കൾ. ആ നമ്പർ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, 1 2 3 4 5 എന്നൊക്കെ പറഞ്ഞ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ 100 പശുക്കളെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത് അവിടെ അതിൻ്റെ ബാക്കിൽ അവർ പശുക്കളെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കണ്ടോ? കണ്ടോ? അതാണ് സംഭവം. എന്നിട്ട് ഇതിങ്ങനെ ഇവരിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്തിനായിരിക്കും ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? അത് ഈസി ആക്കാൻ വേണ്ടിയായിരിക്കും. ഉണ്ടാവും. അതെ, അത് മാത്രമല്ല, ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ പശുവിനെ കൊണ്ടുവരാനും കയറ്റാനും ഒക്കെ അതിനു വേണ്ടി സമയം കളയണ്ടേ. അപ്പോൾ അത് ഫാസ്റ്റാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിൽ ഈ പശുക്കൾക്ക് കാറ്റ് കൊള്ളാനായിട്ട് ഫാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പറായിട്ടുള്ള വെന്റിലേഷൻ സൗകര്യങ്ങളും ഉണ്ട്. ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടൊക്കെ എന്ത് വൃത്തിയാണെന്ന് നോക്കുക, എന്ത് നീറ്റാണ്, എന്ത് ക്ലീനാണ്. പശുവിൻ്റെ ചാണകമില്ല, അതില്ല, ഇതില്ല, ഒരു വൃത്തികേടുമില്ല, ഒന്നുമില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു സ്ഥലം. എന്തൊക്കെയോ പരിപാടികളുണ്ട്. പശുക്കളെയൊക്കെ സാനിറ്റൈസ് ചെയ്തിട്ടാണെന്നും ഇതിനകത്തേക്ക് കയറ്റി വിടുന്നതും മറ്റുമൊക്കെ. പശുവിൻ്റെയൊക്കെ സൈസ് തന്നെ കണ്ടില്ലേ, എന്താണിത്? ഈ കാളക്കുട്ടന്മാരില്ലേ, നമ്മൾ ഈ മറ്റേ കാട്ടുപോത്തുകളെ കാണത്തില്ലേ, അതേപോലെയുള്ള പശുക്കളാണ് കണ്ടോ. ഇപ്പോൾ ഇതിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ കറക്കുന്ന ആ ഒരു പാൽ അത് എവിടേക്കാണ് പോകുന്നതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാം പശുവിൻ്റെ ആ അകിടയിൽ ഒരു മെഷീൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ മെഷീനാണ് ശരിക്കും നമ്മൾ കൈ കൊണ്ട് കറക്കുന്നതല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ മെഷീനാണ് ശരിക്കും പമ്പ് ചെയ്ത് പാല് എടുക്കുന്നത്. അപ്പോൾ ആ പാലെടുക്കുന്നത് അവിടെ ആ മുകളിലേക്ക് കൊടുത്തിരിക്കുന്ന പൈപ്പുകൾ വഴി ഇവിടെ എവിടെയോ സ്റ്റോർ ചെയ്തിട്ട് അവിടെ നിന്നാണ് പിന്നീട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ്ങും മറ്റു പരിപാടികളൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇവർക്കൊരു എന്താ പറയുക, ഒരു സ്ഥലമുണ്ട്. ഇപ്പോൾ ഇതിൽ ഇവിടുത്തെ ഫാക്ടറിയിലെ സംഭവങ്ങളും പശുക്കളുടെ പരിപാലനവും അതൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ പ്രോസസ്സ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഇതിനകത്ത് ചെറിയ പശുക്കുട്ടികൾ കണ്ടാ, ആ പശുക്കുട്ടികൾക്കൊക്കെ പാല് കൊണ്ട് കൊടുക്കുന്നത് കണ്ടില്ല എങ്ങനെയാണെന്ന്. ബോട്ടിൽ മിൽക്ക് കേട്ടോ, അത് ഇത് തന്നെ അടുത്തായിരിക്കും കൊടുക്കുന്നത്. നേരിട്ട് അവർക്ക് ചപ്പി കുടിക്കാനുള്ള പരിപാടി ഇല്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ കുപ്പിക്കാതെടുത്തിട്ടാണ് കൊണ്ട് സെർവ് ചെയ്യുന്നത്. ഞാൻ തിരുവനന്തപുരത്ത് നമ്മുടെ മിൽമയുടെ പ്ലാന്റിൽ പോയിട്ടുണ്ട്. മിൽമയുടെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എവിടെ നിന്നൊക്കെയോ പാല് വരും, കളക്ട് ചെയ്തിട്ട് വരും. അവിടെ പ്രോസസ്സിങ് മാത്രമാണ് നടക്കുന്നത്. അതായത് ഇപ്പം നമുക്കറിയാം, നമ്മൾ സാധാരണ ക്ഷീര കർഷകരായിട്ടുള്ള ആളുകൾ സൊസൈറ്റിയിൽ പാല് കൊടുക്കുന്നു. ആ പാല് സൊസൈറ്റികളിൽ നിന്ന് കളക്ട് ചെയ്ത് ടാങ്കർ ലോറികളിൽ
പല മിൽമ പോലെയുള്ള പല സ്ഥാപനങ്ങളും വാങ്ങുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ നിന്നുണ്ടാവാം, ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുണ്ടാവാം, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലുകളാണ് നമുക്ക് വരുന്നത് അല്ലേ. അപ്പോൾ അത് അവരവിടെ പ്രോസസ്സ് ചെയ്ത് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വരുന്നു. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇവിടെ സ്വന്തം പശു, സ്വന്തം ഫാം. അവിടെ ആ വീഡിയോ കാണിക്കുന്നുണ്ട്, അത് കാണണം. അത് കണ്ടു കഴിയുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സംഭവം, ഭയങ്കര സംഭവമാണ്. അതായത് ഓരോ തുള്ളിപ്പാലും പുറത്തേക്ക് വരുന്നത് അത്രയധികം ക്വാളിറ്റി കൺട്രോളും സംഭവങ്ങളും നോക്കിയിട്ടാണ്. അത് പൂർണ്ണമായും ശുദ്ധമാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടൊക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. അത് ആ പശുക്കളെ, ആ പശുക്കുട്ടികളെ അവിടെ ക്രമീകരിച്ചിരിക്കുന്ന ആ ഒരു രീതി തന്നെയല്ലേ. ഓരോരോ പ്രോസസ്, ചെറിയ ചൈൽഡ് മുതൽ അതിൻ്റെ ഗ്രോ ചെയ്യുന്നവരിൽ ഓരോരോ പ്രോസസ്സും കണ്ടില്ലേ, കുപ്പിപ്പാൽ കൊടുക്കുന്നതും മറ്റേ കഴിഞ്ഞിട്ട് ഓരോ സംഭവങ്ങളും, ക്ലീനിങ് പ്രോസസ്സ്, പിന്നെ ഇവരുടെ സാനിറ്റൈസേഷൻ പ്രോസസ്സ്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞാലും. അപ്പോൾ പിന്നത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൂടാ എന്ന് പലരും ആലോചിക്കും. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു മേൽക്കോയ്മയായി മാറും. ഇപ്പം ഇവിടെ മൊണപ്പോളിയാണ്, കുറയും. അത് കാരണം ക്ഷീര കർഷകരായിട്ടുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഇല്ലേ. ഇപ്പം നമ്മൾ കേരളത്തിൽ ക്ഷീര കർഷകർ കുറവാണെങ്കിലും കേരളത്തിന് പുറത്തേക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ക്ഷീര കർഷകർ. അതായത് അന്നന്നത്തെ അന്നത്തിന് വേണ്ടി പശുക്കളെ പോറ്റി പാലെടുക്കുന്ന ആളുകൾ ഇഷ്ടം പോലെ ഇല്ലേ. അപ്പോൾ അവർക്കൊക്കെ ഒരു കഞ്ഞികൂടിയാണ്. ഇപ്പോൾ ഇവിടെ അങ്ങനത്തെ ആൾക്കാരില്ല. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഈ കമ്പനി ഇതേ ഉള്ളൂ, മൊണപ്പൊളിയാണ് അല്ലേ, വേറെ ഒന്നുമില്ല. അതായത് ഇവർ നിശ്ചയിക്കുന്ന പൈസയാണ് പാലിൻ്റെ വില. ഇവർ കൂട്ടിയാൽ കൂട്ടി, ഇവർ കുറച്ചാൽ കുറച്ചു, അതാണ് സംഭവം. അപ്പോൾ അതാണ് നമ്മുടെ നാടും ഇവിടെ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ഏക സംഭവം എന്ന് പറയുന്നത് ഈ കളക്ട് ചെയ്യുന്ന പാല് പ്രോസസ്സ് ചെയ്ത് വരുമ്പോൾ ഉള്ള ക്വാളിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലേ. ആ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുവാണെങ്കിൽ ഒന്നും പറയാനില്ല. ഇപ്പോഴും പാലെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടുന്ന പല സാധനങ്ങളും പല സംഭവങ്ങളും ഉണ്ട്, അത് വേറെ കാര്യം. മിൽമയൊക്കെ നമ്മൾ വിശ്വസിച്ച് വാങ്ങിക്കുന്നു. അതുപോലെ പല ബ്രാൻഡുകളും പല ബ്രാൻഡുകളും വിശ്വസിക്കാവുന്നതും വിശ്വസിക്കാൻ പാടില്ലാത്തതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ക്വാളിറ്റി കൺട്രോളിലാണ് ഏറ്റവും വലിയ കാര്യം. അതിൽ സർക്കാർ ഈ പറഞ്ഞ പോലെ ഭക്ഷ്യവകുപ്പ് ഒക്കെ ഇടപെട്ടാൽ മാത്രമേ അതൊക്കെ നടപടിയാവുള്ളൂ. ഇവിടെ ഇപ്പോൾ ചാണകത്തിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലേ. ചാണകം മണക്കുന്നു, ഖത്തറിൽ ചാണകം മണക്കുന്നു. ശരിക്കും നിങ്ങൾ ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ചിലവഴിക്കാം. ഒരു മിനിമം 2-3 മണിക്കൂറൊക്കെ ചിലവഴിക്കാനുള്ള സെറ്റപ്പൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ബൽദാന പാർക്ക് എന്ന് പറഞ്ഞൊരു പാർക്കുണ്ട്. 35 റിയാൽ എന്തോ കൊടുക്കണം ഇതിനകത്ത് കയറാനായിട്ട്. ഇതിനകത്ത് ഈ കിഡ്സിന് പറ്റിയ ആക്ടിവിറ്റീസ് ഒക്കെയാണുള്ളത്. പിന്നെ ഇവിടെ മുമ്പിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ട്, ഒരു ചെറിയൊരു മിനി സൂ ഉണ്ട്. മിനി സൂ എന്ന് പറഞ്ഞാൽ ചെറിയ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉള്ളൂ. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് എല്ലാം ഇച്ചിരി എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യും. എക്സ്പെൻസീവായിട്ട് ഫീൽ ചെയ്യുന്നല്ല, എക്സ്പെൻസീവ് ആണ് അല്ലേ. നമ്മൾ ഫുഡ് കഴിച്ചതിന് 2 പേർച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചതെല്ലാം കൂടെ ഇത്ര 5000 രൂപയില്ലേ, ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 5000 രൂപയായി. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പം ഞങ്ങൾ 2 ഐരൻ വാങ്ങിച്ചു. ഈ ഐരൻ്റെ അപ്പുറത്തൊരു ഇട്ടാൽ മൊത്തത്തിൽ മാറിപ്പോയില്ലോ ചേട്ടാ. നല്ല പുളിയുള്ള മോരാട്ടോ ഇത് പുളിയുള്ളതും കിട്ടും, പുളിയില്ലാത്തതും കിട്ടും. എനിക്കൊന്ന് മറ്റത് പുളിയില്ലാത്തതായിരിക്കും, ലബൻ എന്ന് പറയുന്നത്. അതെ. ഇത് ഒരെണ്ണത്തിന് 6 റിയാലാണ്, 1 ലിറ്ററിൻ്റെ ലബന്. 6 റിയാൽ എന്ന് പറയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു 120-150 രൂപ അടുത്ത് വരും അല്ലേ. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ പേരെന്താ പറഞ്ഞേ? ആനന്ദ്. നിങ്ങളാണ് ഈ പശുക്കളെല്ലാം ഈ കോലത്തിലാക്കിയത് അല്ലേ. ഇത് ഈ കാണുന്ന പശുക്കളൊക്കെ ഈ കോലത്തിലാക്കിയത് ഈ ആനന്ദാണെന്ന് എന്താണ് അവിടെ വരച്ചോണ്ടിരിക്കുന്ന സ്ഥലത്ത്. എന്തായാലും നൈസ് മീറ്റിംഗ് ആനന്ദ്. നിങ്ങളുടെ അപ്പോൾ ഖത്തറിലുള്ള ആളുകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് കാണുക. കാണാത്തവരുണ്ടെങ്കിൽ, കണ്ടവരല്ല എനിക്കറിയില്ല, നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ ഇല്ലയോ. അതിൽ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളിവിടെ വരിക, ഇതുപോലെ സ്ഥലങ്ങളൊക്കെ കാണുക. അൽക്കുറയിൽ നിന്ന് നമ്മൾ ഏകദേശം ഒരു 120 കിലോമീറ്റർ 1 മണിക്കൂർ കൊണ്ട് ഡ്രൈവ് ചെയ്ത് നമ്മൾ ഇപ്പോൾ സീലൈൻ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കടലും മരുഭൂമിയും ചേരുന്നൊരു സ്ഥലം. നമ്മുടെ ലോകത്തിൽ അങ്ങനത്തെ സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം നമുക്കിവിടെ ഖത്തറിലുണ്ട്, അത് നമുക്ക് പോയി കാണാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ബഗ്ഗീസ് കിട്ടും, പിന്നെ ഹെലികോപ്റ്റർ സേവനമുണ്ട്. ഹെലികോപ്റ്റർ ഇങ്ങനെ നമുക്ക് ടൂർ എടുക്കാം, പിന്നെ ലാൻഡ് ക്രൂസറിൽ കറങ്ങാൻ പോകാം, പിന്നെ ഫാമിലി ബീച്ചുണ്ട്, അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലാൻഡ് ക്രൂസർ എടുത്ത് കറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. ഒട്ടക സവാരിയൊക്കെ ചെയ്യേണ്ട ആൾക്കാർക്ക് ഇതുപോലെ ഒട്ടകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അണ്ണൻ എണീറ്റ് അടങ്ങിയിരിക്കുകയായിരുന്നു, എന്നെ കണ്ടതേ പുള്ളി എണീറ്റ് പോയി. ഇത് വലിയ ഒട്ടകമല്ലേ, ഇത് നീറ്റാണെന്ന് ഈ ഒട്ടകങ്ങളുടെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് ഗൈസ്. നോക്ക് എന്തോരോ ഒട്ടകങ്ങളാണ്. പിന്നെ അതേ മറ്റേ സാധനം ഉണ്ടല്ലോ, എന്തിനു പറയുന്നത്, പാരാ മോട്ടറിങ്ങോ അങ്ങനെ എന്തോ ഉള്ളത് പറയുന്നത്. അതായത് ഒരു ബൈക്ക് പോലത്തെ ഒരു സാധനം വെച്ചിട്ട് പോകുന്ന പാരച്യൂട്ട് കണ്ടില്ലേ, അതൊക്കെയുണ്ട് ഇവിടെ. അതിങ്ങനെ
പറന്നു പോവാണ്ടോ അതിന്റെ മേളിൽ ആൾക്കാർ എടുത്തിട്ട്. അടിപൊളിയാട്ടോ സാധനം. ഹലോ ഒട്ടകം, ഹൗ ആർ യു? സുഖം തന്നെയല്ലേ? നോക്കുന്നുണ്ടോ? അതിങ്ങനെ വന്ന് ഇതാവാതിരിക്കാൻ വേണ്ടി, കടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുഖത്ത് ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റായി. ഇവിടെ ലാൻഡ് ക്രൂസർ തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുന്ന ഈ സുഡാനി ചേട്ടന്മാർ നമ്മളെ ക്യാൻവാസ് ചെയ്ത് പിടിച്ച് നിർത്തിയിട്ടുണ്ട്. എത്ര അവർ പറഞ്ഞു? 250 റിയാല. 250 അല്ലേ, 250 അല്ലേ? 250 റിയാല്. 10 അരമണിക്കൂറായി. ഇതുവരെ ടൂറിസ്റ്റുകളും ഇല്ല, ഞങ്ങളും ഇല്ല. ശരി, ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോഴാട്ടോ ശരി ഞാൻ ആലോചിക്കുന്നത്, ഫിഫ കഴിഞ്ഞിട്ട് ശരിക്കും എത്ര ദിവസമായി, എന്നിട്ടും ഇവിടെ ഇപ്പോഴും വളരെ കുറവാട്ടോ ടൂറിസ്റ്റുകളൊക്കെ പല സ്ഥലത്തും. ഞാൻ കണ്ടെന്ന് വെച്ചാൽ ഷിപ്പിൽ വന്നിട്ട് വാക്കിഫിലും മറ്റിടത്തേക്കും പോകുന്ന ആ ഒരു ടൂറിസ്റ്റുകൾ മാത്രമേ. അതെ അതെ, ശരിയാണ്. ഇവർ ഈ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് സംഭവങ്ങളൊക്കെ ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്തേക്കുന്നത്. അതനുസരിച്ച് ഇനി ടൂറിസം എന്നുള്ളൊരു സംഭവം അത് ഇവർ പ്രൊമോട്ട് ചെയ്തില്ലെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തൊക്കെ ശരിക്കും വേസ്റ്റ് ആയി പോവില്ലേ? ഇല്ലേ, എനിക്കറിയില്ല കേട്ടോ. ഭയങ്കര കുറവാട്ടോ ടൂറിസ്റ്റുകൾ. ഇപ്പം തന്നെ ഇവിടെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. നല്ല സമയത്ത് നമ്മൾ വന്നിരിക്കുന്ന ഈവനിങ് ടൈമിൽ സൺസെറ്റ് കാണുന്ന രീതിയിൽ ലാൻഡ് ക്രൂസർ കിട്ടുമോ? ശരിക്കും ഇതിനൊക്കെ ദുബായ് എന്ത് ബെസ്റ്റല്ലേ. ഡെസേർട്ട് സഫാരിക്കൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, അതുണ്ട്, ഇവിടെ ഉണ്ട്, ഇതുണ്ട്. അങ്ങനെ ഫൈനലി നമുക്കിവിടെ ലാൻഡ് ക്രൂസർ ഒരെണ്ണം വന്നിരിക്കുകയാണ്. ഇതെന്ത് വണ്ടി? ഇതിന്റെ ഗ്ലാസ് ഒന്നും ക്ലിയർ ചെയ്യല്ലേ, എന്തൊക്കെയോ സ്ക്രാച്ച്. ഇതെനിക്ക് ഈ വണ്ടി മരുഭൂമിന്ന് പുറത്തെടുക്കാറില്ലെന്ന് തോന്നുന്നു കേട്ടാ. യെസ്, ഇവരൊക്കെ എന്താ പറയുന്നേ? അവരോട് നീ 1 മണിക്കൂർ തന്നെ, 1 മണിക്കൂർ മാത്രമേ പോകാൻ പാടില്ല, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. Yeah, seat belt. Yes. What is your name? My name is Shabab. Oh, okay. Yes. So you are from Pakistan? Pakistan, yes. Okay, very good. ഇത് പൊളിക്കൂട്ടോ. ഷബാബ് ഭായ് നമ്മളെ തകർക്കാൻ കൊണ്ടുപോവാണ്. ജമ്മീ, അതായത് കൊള്ളാം. ഇതൊരു 1.5 സ്ഥലമാണ്. നമ്മൾ സാധാരണ എവിടെയൊക്കെ നമ്മൾ മരുഭൂമിയിൽ പോകുന്നു അല്ലേ, നമ്മൾ രാജസ്ഥാൻ മരുഭൂമി, നമ്മുടെ പിന്നെ ദുബായ് മരുഭൂമി, അബുദാബി മരുഭൂമിയൊക്കെ നമ്മളിങ്ങനെ കറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ മരുഭൂമിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മരുഭൂമിയും കടലും ഒരുമിക്കുന്ന സ്ഥലമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങ് ദൂരെ സൂര്യൻ അസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇങ്ങനെ മരുഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നത് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വണ്ടി മരുഭൂമിയിൽ നിന്ന് പുറത്തിറങ്ങാറില്ല കേട്ടോ. ഇത് ഫുള്ള് അതെ, ബാക്ക് ടു ബാക്ക് ട്രിപ്പ് അടിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ. ഇതൊന്നും വീഡിയോയിൽ കാണുമ്പോൾ അതിന്റെ ഭീകരത ഒന്നും മനസ്സിലാവും. അത് വേറെ ലെവലാണ്. നമ്മുടെ ദുബായ് ലെവലല്ല കേട്ടോ ഇവിടെ വേറെ സംഭവം. മരുഭൂമി കൂടെ 80 കിലോമീറ്റർ വേഗതയിലാണത് ഈ കാണുന്ന മരുഭൂമിയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൈവേ പോലെ ഇങ്ങനെ കിടക്കുക കണ്ടോ. ചാടിക്കാൻ പോവാൻ തോന്നുന്നു കേട്ടോ. സ്ലോ ആക്കിയത് ചാടിക്കാൻ പോവാണ്. അയ്യോ शबाब भाई, हाँ वो अच्छा था. നമ്മളപ്പോ ഇതിന്റെ താഴെ എത്തി. ഇതിന്റെ മേളിൽ കൂടെ കേട്ടോ പോയിക്കൊണ്ട്. ഞാൻ ആവശ്യം കൂട്ടാൻ പിടിക്കണ കേറും തെറ്റാത്തേ. അയ്യോ, ഇവിടെ സൺസെറ്റ്, അവിടെ മരുഭൂമി, അപ്പുറത്തെ കടൽ. എല്ലാം വീട്ടിൽ എന്താ കൂടെ പോണേ? തീർന്ന? അയ്യോ ഇല്ല, തീർന്നില്ല. ഭാഗ്യം. ഇവിടെ ഒരു വണ്ടി പൂണ്ടിടപ്പുണ്ട് കേട്ടാ. അത് ഫുള്ള് പൂണ്ടല്ല, ബ്രേക്ക് ഡൗൺ ആയി. അതിന്റെ ഫ്രണ്ടില് 2 ടയറ്, ഒരെണ്ണം ഇങ്ങോട്ട് ഒരെണ്ണം ഇങ്ങോട്ട്, തവളെ പോലെ ബ്ലൊക്കെന്നും പറഞ്ഞോണ്ടിരിപ്പുണ്ട്. എന്റെ പൊന്നേ, ഇത് കണ്ട ദുബായിൽ മറ്റേ മരുഭൂമിയിൽ മറ്റേ ഡ്യൂൺ ബാഷിംഗ് അല്ലേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ നമ്മളിങ്ങനെ ഹൈ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുക. ഈ ലാൻഡ് ക്രൂസർ എന്ന് പറയുന്നത് 1.5 മുതലാട്ടോ എന്തൊക്കെ പറഞ്ഞാലും. നമുക്ക് ഈ ഡെസേർട്ട് സഫാരിക്ക് പോയി കഴിഞ്ഞാലേ നമുക്ക് ഈ ഇതിന്റെ ഒരു സംഭവം നമുക്ക് വീഡിയോയിൽ മനസ്സിലാവില്ല. കാരണം നമ്മളിങ്ങനെ കുലുങ്ങിയാണ് പോകുന്നതെന്നുണ്ടെങ്കിലും ഈ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് അതേ ഇപ്പം ചരിഞ്ഞുകൊണ്ടിരിക്കുക. അയ്യോ, അതേ പോകുന്നു. ഈ ക്യാമറയ്ക്ക് സ്റ്റെബിലൈസേഷനും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നമുക്ക് മനസ്സിലാവത്തില്ല ഈ കുലുക്ക് ഒന്നും. അയ്യോ,
ചരിഞ്ഞ പോകുന്ന എൻ്റെ അമ്മ ഏതോ ഒരു വലിയ പടുകുഴി ചാടിക്കാൻ പോവാ. നമ്മൾ ഈ ഫെറസ് വീലിൽ കയറിയിട്ട് താഴെ കിടക്കത്തില്ലേ, അതേപോലത്തെ ഒരു ഫീലാ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അടിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഫെറസ് വീലിൽ കയറി താഴേക്ക് ചാടുമ്പോൾ ഒരു ഫീലാട്ടോ അവിടെ പല ഡിപ്പൊക്കെ കിട്ടുന്നത്. നമ്മുടെ മരുഭൂമിയിൽ വരെ ഇവിടെ മൊബൈൽ നെറ്റ്വർക്കിന് വേണ്ടി ഇത് വെച്ചിട്ടുണ്ടല്ലേ. ഇതിൻ്റെ ടവറുണ്ട്. ഇതിനിടയ്ക്ക് ഈ ഓരോ സ്ഥലങ്ങളിലൊക്കെ പല സ്ഥലത്തും ചെറിയ ചെറിയ ക്യാമ്പുകളുണ്ട്. ചെറിയ കുട്ടി കുട്ടി റിസോർട്ടുകൾ, ക്യാമ്പുകൾ, ഡെസേർട്ട് ക്യാമ്പിങ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇവിടെ. എൻ്റെ അമ്മോ ചടിച്ച് എൻ്റെ അമ്മേ ദേ നോക്ക്, ഈ സാധനമാണ് നമ്മൾ ഇറക്കുന്നത് കേട്ടോ. ഇതെന്താണ് താഴെ? ഇത് ഈ ആംഗിൾ കണ്ടോ, ക്യാമറ ഞാൻ പിടിച്ചിരിക്കുന്ന ആംഗിൾ, ഈ ആംഗിളിലാണ് നമ്മളിപ്പോ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ. ആകൃതി മല ഇറങ്ങി നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഓടി 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 കുറെ നേരമായി, അരമണിക്കൂറോളം ഓട്ടമായിരുന്നു. എന്നിട്ട് ഇവിടെ മരുഭൂമിയിൽ എവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട് അവിടെ സൺസെറ്റ് കാണാനായിട്ട്. ഇവിടെ മുമ്പിൽ നോക്കുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ കടൽ ഇങ്ങനെ കാണാം. ഇത് കടലല്ല കേട്ടോ, കടൽ ഇത് അപ്പുറത്താണ്. ഇത് കടലിൽ നിന്ന് കയറി വന്ന വെള്ളമാണ് തോന്നും. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ, നല്ല വ്യൂ ആണ്, നല്ല കിട്ടില്ല സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് കടലും മരുഭൂമിയും കൂടെ ഒരുമിച്ചുള്ളൊരു സ്ഥലത്തേക്ക് വരുന്നത്. ഈ പുള്ളിക്ക് 80 താഴെ വണ്ടി അടിക്കുന്ന ഇഷ്ടമല്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്ന് മണ്ണും മരുഭൂമിയാണെങ്കിലും ഞങ്ങൾ 80 താഴെ വണ്ടി ഓടിക്കൂല. പാവം മുതലാളി പുറകിരുന്ന് ഒരു പരിവമായി. അങ്ങനെ ഫൈനലി നമ്മളതാ മരുഭൂമിയുടെ കടലിൽ ചേരുന്ന ആ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. നമ്മൾ എവിടെ പോയാലും കടലിനോട് ചേർന്ന് മണ്ണ് കാണാൻ പറ്റും ഇല്ലേ? അത് നമ്മളെ സാധാരണ ഒരു എന്താ പറയാ ഇതെന്ന് പറയുന്നത്. പക്ഷേ ഇത് മരുഭൂമിയാണ്. ഇപ്പം ഇതിങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടുകൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേ അവിടെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ഡ്യൂൺസ് ഇതേപോലെയൊക്കെ ഇവിടെ കാണാം. അതാണ് ഈ ഒരു ഖത്തറിലെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മരുഭൂമിയും കടലും കൂടെ ചേരുന്ന സ്ഥലം. യൂസ്ബെറിക്ക് ഇതുപോലത്തെ സാധനങ്ങളും ഉണ്ടല്ലേ? പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ 20 ഡേയ്സിനുള്ളിൽ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് ശരി, ഓക്കെ, കൊള്ളാം. തണുപ്പത്തിടാനുള്ള സാധനങ്ങൾ. എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഇല്ലെങ്കിലും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ കറാച്ചിയിൽ ഇതേപോലെ സ്ഥലമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലേക്ക് അവിടുത്തെ മരുഭൂമി ചേരുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയയിലുണ്ട്. അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. പല കടലുകളിലേക്കും മരുഭൂമികൾ ചേരുന്ന ധാരാളം സ്ഥലങ്ങൾ ലോകത്തിലുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്നൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ ദോഹയിലാണ്. ഇനി വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. നമുക്കറിയാമല്ലോ. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മരുഭൂമി ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആട്ടോ കിട്ടുന്നത്. ഇത് വേറെ ദുബായിലെ കളറും വേറെ അല്ലേ? ദുബായിലൊരു ഗോൾഡൻ കളർ ആണ്, പക്ഷേ ഇവിടെ ഒരു വൈറ്റ് കളറാണ് ഇവിടുത്തെ സംഭവം. ഒരു എക്സ്പീരിയൻസ് ആട്ടോ എന്നൊക്കെ പറഞ്ഞാൽ മിസ് ചെയ്യും. സമയം 5:20 സൺസെറ്റ് അവിടെ നടന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. മിഷാബ് പുറകിൽ കണ്ണുടച്ചിരിപ്പുണ്ട്. ഞാനിവിടെ ക്യാമറ ഓണാക്കി പിടിച്ചിരിപ്പുണ്ട്. അതേ ചാടാൻ പോവാ ഇവിടക്കോ. ഇന്ന് ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നത് ഖത്തറിലെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ്. ഷാങ്കായ് കിച്ചൺ അല്ലേ? ഷാങ്കായ് ഗാർഡൻ എന്ന് പറഞ്ഞ സിറ്റി സെൻറ്ററിനകത്തുള്ളൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ്. നമ്മുടെ സ്റ്റിർ ഫ്രൈഡ് അല്ലല്ലോ, ഇത് എന്തോ ഒരു ടൈപ്പ് എന്തോ മാവിലിട്ട് വറുത്താണ്. പിന്നെ ലെറ്റ്യൂസ് ഇൻ ഓയിസ്റ്റർ സോസ്, പിന്നെ ഇത് സ്റ്റിർ ഫ്രൈഡ് ബ്രോക്കോളി, പിന്നെ ഇവിടെ ഒരു ഹോട്ട് ആൻഡ് സോർ സൂപ്പ് ഉണ്ടായിരുന്നു. ഇതിനകത്ത് നിറച്ചുണ്ടായിരുന്നു, ഞങ്ങൾ കുടിച്ചു തീർത്ത്. ഇനി ഒരു അത് തീർത്തു. ഇനി ഒരു സാധനം കൂടെ വരുന്നുണ്ട്, ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്ത സാധനം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. ഹെൽത്തി ഫുഡ് അല്ലേ? ഇന്ന് നമ്മൾ 10,000 സ്റ്റെപ്പ് നടന്നു. ഇതാണ് നമ്മുടെ ചിക്കൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും മുളക് കുറവാണ്, അതിനകത്ത് കുറേ മുളകൊക്കെ വരേണ്ടതാണ്. എന്നാലും കുഴപ്പമില്ല, ജസ്റ്റ് ഇത് കഴിക്കാം.